നിങ്ങൾക്ക് ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സേവ് ദിസ് റീൽ. നിങ്ങൾക്ക് കുറച്ച് ഡ്രിങ്ക്സ് കാണിച്ചു തരാം. അത് നിങ്ങളെ അസിഡിറ്റി, ഗ്യാസ്, ബവൽ മൊമെന്റ് അതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് വാം വാട്ടർ ആണ്. അത് നിങ്ങൾക്ക് ഡൈജഷനും അതുപോലെ തന്നെ ബവൽ മൊമെന്റ് റെഗുലർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അത് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജീരക വാട്ടർ ആണ്. അത് ജീരക വെള്ളമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കുറയ്ക്കാനും ബ്ലോട്ടിംഗ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ഫുഡ് കഴിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജീരകവെള്ളം എടുക്കുന്നതാണ് ബെറ്റർ. അതൊരു ചായ സിപ്പ് ചെയ്യുന്ന പോലെ കുടിക്കാൻ ശ്രദ്ധിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് അജ്വൈൻ വാട്ടർ ആണ്. എന്ന് പറഞ്ഞാൽ അയമോദക വെള്ളം. അത് നിങ്ങളുടെ അസിഡിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ വരുന്ന പെയിനും ക്രാംസും കുറയ്ക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതും ഒരു ഗ്ലാസ് എടുക്കാവുന്നതാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലെമൺ വാട്ടർ ആണ്. അത് നിങ്ങൾക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ അസിഡിറ്റി ഉണ്ടെങ്കിൽ ലെമൺ വാട്ടർ എടുക്കാതിരിക്കാൻ നോക്കുക. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് ആണ്. അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ്. അതുപോലെ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെയും കൊണ്ടുവരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് ഗട്ട് ഹെൽത്തിന് നമുക്കത് ബട്ടർ മിൽക്ക് എടുക്കാവുന്നതാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ജിഞ്ചർ വാട്ടർ ആണ്. നോർമൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നോസിയ, വൊമിറ്റിംഗ് ടെൻഡൻസി പോലെയൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കാണ് നോർമലി ജിഞ്ചർ വാട്ടർ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗട്ട് സൂത്തനിങ് അല്ലെങ്കിൽ ഗട്ട് മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ വാട്ടർ എടുക്കാറുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഫെനൽ വാട്ടർ ആണ്. എന്ന് വെച്ചാൽ പെരിഞ്ജീരക വെള്ളമാണ്. അത് നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ്. അത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഡൈജഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തോ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്ന സമയത്തോ നമുക്കത് എടുക്കാവുന്നതാണ്. ഞാനൊരു 7 ഡ്രിങ്ക്സ് ആണ് പറഞ്ഞു തന്നേക്കുന്നത്. സോ ഇതിപ്പോൾ ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആണ് ഞാൻ പറഞ്ഞു തന്നത്. സോ ഇത് കൂടാതെ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന സമയം മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡാണ് ആ സമയത്ത് എടുക്കുന്നതെന്നും ഒന്ന് ശ്രദ്ധിക്കുക.